ഈ ഓണത്തിന് സദ്യക്ക് രസം ഉണ്ടാക്കുമ്പോൾ ഒരു വട്ടം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. സംഭവം ഒന്നും പറയാല്ല, അന്യായ ടേസ്റ്റ് ആണ് കേട്ടോ. വീഡിയോ കാണുന്നവർ പലരും നമ്മളിതുവരെ ഫോളോ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക ഇതേപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട്. ആദ്യം തന്നെ ഇതിനു വേണ്ടിയുള്ള അരവ് തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് വെളുത്തുള്ളി, ഉണക്കമുളക്, ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് തുടങ്ങിയവ നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ചട്ടി വെച്ചിട്ട് ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന കടുകാണ് കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരണം. കടുക് പൊട്ടി വരുമ്പോൾ അടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഉണക്കമുളകാണ്. ഏകദേശം 2 ഉണക്കമുളക് ഇതേപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില. അതിലോട്ട് നമുക്ക് ഏകദേശം ഒരു 4 തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് നടു വളർന്നത് കേട്ടോ. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മൾ ഈ തക്കാളിയൊക്കെ കൂടി നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം. അങ്ങനെ നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി നമ്മൾ ആദ്യം മിക്സിയിൽ അടിച്ച് വെച്ച അരവ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം തന്നെ അതിന് നല്ലൊരു മണക്ക് വരുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം ഒരു 3 ടീസ്പൂൺ കായപ്പൊടി കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കും കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി എടുക്കണം. അങ്ങനെ ഇതേപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അടുത്തതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വാളംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏകദേശം 1 പിടി വാളംപുളി നല്ലപോലെ പിഴിഞ്ഞെടുത്തൊരു വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിലോട്ട് ഇനി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതേ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാൻ വല്ലാണ്ട് കട്ടി വേണ്ട വെച്ചിട്ട് 2 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത അതിലോട്ട് ആവശ്യത്തിന് ഉപ്പൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വിടാം കേട്ടോ. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് നമ്മളിതേ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു മണമൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി രസം റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളിന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.